അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവം നമുക്കൊരുക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവിൻ്റെ ആ ദിവ്യ സ്വഭാവങ്ങളെക്കുറിച്ച് എല്ലാവരും സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ശ്രേഷ്ഠതയും തൻ്റെ താഴ്മയും തൻ്റെ വിശ്വസ്തതയും തൻ്റെ പ്രാർത്ഥനാനുഭവവും തൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്ന വിഷയത്തിലും അവരെ സ്നേഹിക്കുന്ന വിഷയത്തിലും അവരെ ബഹുമാനിക്കുന്ന നിലയിൽ കുഞ്ഞുങ്ങളെയും മറ്റും പഠിപ്പിച്ച വിഷയങ്ങൾ ഒക്കെ ഇവിടെ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. വാസ്തവമായി നമുക്ക് പിൻഗമിക്കത്തക്കതായ അനവധി കാര്യങ്ങളുണ്ട്. എന്നെ ഇപ്പോൾ ചിന്തിച്ച ഒരു വചനം ഞാൻ ഓർക്കുകയായിരുന്നു. പ്രിയപ്പെട്ട മാതാവ് 3 കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ ഭർത്താവ് മരിച്ചുപോയ വിഷയത്തിൽ അതിനുശേഷം 40 ചില്ലാനും വർഷം വിധവയായിട്ട് ജീവിച്ചുവെന്ന്. വിധവയായിട്ട് ജീവിച്ച് അങ്ങനെ പോവുകയല്ലായിരുന്നു. എന്നെ പെട്ടെന്ന് ഓർമ്മ വന്നൊരു വാക്യമാണ് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ ഹന്നയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. അന്ന വായിച്ചാൽ 36-ാം വാക്യം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചക ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തിലും അന്നയുടെ ആ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് പലരും സാക്ഷിയിൽ കൂടെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. പ്രാർത്ഥന അനുഭവത്തിൽ, വളരെ ഭക്തി ജീവിക്കുന്ന അനുഭവത്തിൽ, കുഞ്ഞുങ്ങളെ ഭക്തിയോടെ വളർത്തുന്ന വിഷയത്തിൽ, മാതൃകപരമായ ജീവിതം ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത്തെ തലമുറ അവസ്ഥ നോക്കുകയാണെങ്കിൽ വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥയാണ്. കുഞ്ഞുങ്ങളെ ശാസിക്കാനോ ദർശനം ചെയ്യാൻ കഴിയില്ല. തോന്നിയതുപോലുള്ള പോക്ക. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ഭയമാണ്. മാതാപിതാക്കൾ ഒരു ആത്മീയ നിലവാരത്തിൽക്കൂടെ ജീവിക്കുന്ന മാതാപിതാക്കൾ പോലും മക്കളെ ശരിയായ നിലയിൽ വളർത്തുവാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വിടുകയാണ്. അങ്ങനെയൊരു കാലഘട്ടത്തിൽ, ആരംഭഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾ 3 പേരും അവർ സാക്ഷ്യം പറഞ്ഞു. നല്ല ആ അനുസരണത്തിലും ദൈവഭക്തി കൂടെ വളർത്തിയെടുത്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല സാക്ഷി. മറ്റൊരു സാക്ഷി മക്കൾ പറഞ്ഞതായ ഒരു അവസ്ഥ ഞാനിപ്പോൾ ഓർക്കുകയാണ്. നെല്ലാട് സഭയിൽ വെച്ച് ഞാൻ എറണാകുളത്തിരിക്കുന്ന സമയത്ത് വീട്ടൂർ നെല്ലാട് ഭാഗത്ത് ഒരു പിതാവ് മരിച്ചപ്പോൾ അവിടുത്തെ മക്കൾ, അമേരിക്കയിൽ നിന്ന് വന്ന മക്കൾ സാക്ഷി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വളരെ സമ്പത്തൊന്നും അപ്പച്ചൻ ഉണ്ടാക്കി തന്നില്ല. മാതാപിതാക്കൾ ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്ന ഒരേ ഒരു വിഷയമാണ് ആത്മീയരായി ഭക്തിയോടെ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ആ ഒരു അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്നാൽ എത്രയോ മാതാപിതാക്കൾ ആത്മീയ ജീവിതത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, അക്ഷരീയമായ കാര്യത്തിലാണ്. നിങ്ങൾ പണം പഠിക്കണം, പണം ഉണ്ടാക്കണം, വസ്തു മേടിക്കണം, വീട് വെക്കണം, അല്ലെങ്കിൽ നല്ല നിലയിൽ ജീവിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കൊച്ചാകാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അനുവസ്ഥ ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ആ മക്കൾ എന്ന് പറയുന്നത് ചെറിയൊരൊന്നും അല്ല, പ്രായമുള്ളവരാണ്. വിവാഹം കഴിച്ച് അവർ കൊച്ചുമക്കളുമൊക്കെ ഉള്ളവരാണ്. ഈ പിതാവിൻ്റെ മക്കൾ സാക്ഷി പറഞ്ഞപ്പോൾ വർഷങ്ങളായിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് മാറാത്തൊരു വിഷയമാണ്. ഞങ്ങൾക്ക് സമ്പാദിച്ചു തന്നത് ഞങ്ങൾ ഭക്തരായി ജീവിപ്പാനും വിശുദ്ധന്മാരെ സ്നേഹിപ്പാനും ദൈവവേലയെ സ്നേഹിപ്പാനും ഭക്തിയോട് ജീവിപ്പാൻ ഞങ്ങൾ അഭ്യസിപ്പിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും നേരത്തെ ഞങ്ങളുടെ ജീവിതത്തിലുള്ളായ സമ്പാദ്യം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആ സാക്ഷി പറയുന്ന മക്കൾ എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ്. നല്ല മാന്യമായിട്ടുള്ള വീട്, ചുറ്റുപാടുകൾ, സൗകര്യങ്ങൾ ഒക്കെ, എല്ലാ അനുഭവങ്ങളും കൂടെയും അവർ ഇന്ന് ആയിരിക്കുന്നു. അവർ പറഞ്ഞ ഒരേ വാക്കാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മാതാവിൻ്റെ ജീവിതത്തിലും 40 ചില്ലുവാനും വർഷം വിധവയായിരുന്നെങ്കിലും അവർ ദൈവഭക്തിയോട് ജീവിച്ച ഒരു അമ്മയാണ്. പ്രാർത്ഥനാശീലത്തിൽ ജീവിച്ചൊരു അമ്മയാണ്. മാതൃകാപരമായി ജീവിച്ചത് ഒരു മാതാവാണ്. ഒരു ഘനശാലിയായി ജീവിച്ചൊരു മാതാവാണ് എന്നൊക്കെ നമ്മൾ കേട്ടല്ലോ സാക്ഷി. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ദൈവമക്കളെ ദൈവഭക്തി കൂടെ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും പ്രശംസനീയമാണ്, അനുഗ്രഹമാണ്. ഈ മാതാവിനെ ശുശ്രൂഷിക്കാൻ 2 വർഷക്കാലമായിട്ട് മോന്
ജോലി കളഞ്ഞിട്ട് വീട്ടിലായിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടല്ലോ. അത് തന്നെ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പത്രത്തിൽ വായിച്ചല്ലോ, അമേരിക്കയിലുണ്ടായിരുന്നായ ഒരു മകൻ, ഒരേ ഒരു മകൻ മാത്രം 2016 പോലീസ് ചോദിച്ചപ്പോൾ 2016 ലാസ്റ്റ് ദിവസം ഞാൻ അമ്മയെ വിളിച്ചത്. 2017 ഈ അടുത്തിടയ്ക്കാണ് അമ്മയുടെ അസ്ഥികൂടം ഒരു കസേരയിടിഞ്ഞിരിക്കുന്നു. അസ്ഥികൂടം അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനത്തിൽ മോനെ അമ്മയെ കാണാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് കഥ തുറക്കുന്നില്ല. കഥ വെട്ടി തുറന്നിട്ട് അകത്ത് കയറിയപ്പോൾ അമ്മ അസ്ഥികൂടമായിട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, അസ്ഥികൂടമാണ് മോൻ കണ്ടത്. പോലീസ് ചോദിച്ചു, നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾ വിളിച്ചത് എപ്പോഴാണ്? 2016 വയ്ക്കോണം. ഒരേ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ഞാൻ പത്രത്തിൽ വായിച്ചതാണേ. അപ്പോൾ 2016 ലാസ്റ്റിൽ പെറ്റമ്മയെ വിളിച്ചത്. ഇവനൊക്കെ എങ്ങനെ ഗുണമുണ്ടാവും? മനസ്സിലായിക്കോണം. ഞാനതങ്ങ് ചിന്തിച്ചു, വളരെ വിഷമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പത്രത്തിനകത്ത് ബാക്കി എഴുതിയിട്ടുണ്ട്, അവർ ആത്മഹത്യ ഒരു കുറിപ്പ് കുറിച്ച് എഴുതിയ ശേഷം ആത്മഹത്യയായിരിക്കാം. നിരാശരായിരിക്കുന്ന നല്ല ബംഗ്ലാവിൽ ഒരു ഉന്നതരായിട്ടുള്ള പണക്കാർ താമസിക്കുന്ന, സ്റ്റാൻഡേർഡ് ആൾ താമസിക്കുന്ന ആ ക്വാർട്ടേഴ്സിനടുത്തുള്ള ഒരു ക്വാർട്ടേഴ്സിൽ ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം എന്താ? സംരക്ഷിക്കാൻ ആളുണ്ടോ? സൂക്ഷിക്കാൻ ആളുണ്ടോ? സ്നേഹിക്കാൻ ആളുണ്ടോ? കരുതുവാൻ ആളുണ്ടോ? ഒരേ ഒരു മകൻ. 2016 വിളിച്ചു, 2017 അമ്മ മരിക്കുന്നത്. എത്ര വർഷമായി? 10 വർഷമായിട്ട് അമ്മയെ വിളിച്ചിട്ടിരുന്നു. എന്തൊരു മാർഗമാണ്! ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ ഏതാണ്? പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കളെ വേണ്ട. പ്രായമായി കഴിയുമ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കാനായിട്ട് കഴിയുന്നില്ല, അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ ഭാര്യയായി, മക്കളായി, അവരുടെ നിലവാരങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉയർച്ച, അവരുടെ പുരോഗതി, ഇങ്ങനെ നോക്കിയിട്ട് ആ നിലയിൽ പോവുകയാണ്. ആത്മീയമായിട്ടൊരു നിലവാരമില്ലാത്തൊരവസ്ഥയാണ് നമുക്ക് ഇന്നത്തെ അനേകരിൽ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ഇവിടെ താമസിച്ചായ വീട്ടിലെ പ്രിയപ്പെട്ട മകനും മാത്രമല്ല അവരുടെ മരുമകളും എല്ലാവരും ഒരു നല്ല കാര്യമായിട്ട് അമ്മയെ നോക്കി സംരക്ഷിച്ചു, സ്നേഹിച്ചു. ഒരു പക്ഷേ അമ്മയ്ക്ക് ചില മോശപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ വാശി പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കാം. എങ്കിലും അതൊന്നും ഓർക്കാതെ അവരെ സ്നേഹിപ്പാനും ശുശ്രൂഷിക്കുവാനും ആദരിക്കുവാനും അവർക്ക് ദൈവം കൃപ കൊടുത്ത്, ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ആഗ്രഹം പോലെ ദൈവമക്കളെ ദൈവത്തിൽ ഇവിടുത്തെ പാസ്റ്ററും സിസ്റ്റേഴ്സും ഓടിച്ചെന്ന് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസ്ഥനെ കൊടുക്കുമ്പോഴാണ് അവർ ദൈവസ്ഥനെ ചേർക്കപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് മരിക്കുമ്പോൾ മക്കളില്ല, അവിടെ ആരുമില്ല, അവർ പുറത്തുവിടെങ്കിലും പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയുടെ ആഗ്രഹം പോലെ വിശുദ്ധന്മാർ, കർത്താവിൻ്റെ ശുശ്രൂഷകരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആ ദൈവസ്ഥനെ കൊടുക്കാനായിട്ട്. എത്ര വലിയ ഭാഗ്യമാണ്! ഹല്ലേലൂയ! ദൈവമക്കളെ, ഭക്തന്മാരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കും. ജീവിതത്തിൽ ദൈവമക്കളെ പ്രത്യാശയോടെ ജീവിക്കുന്ന ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വളരെ വേദനിക്കാറുണ്ട്. പ്രത്യേകിച്ച് പെറ്റതള്ളയോട്, പിതാക്കന്മാരോട്, മാതാപിതാക്കളോട് കൂറ് കാണിക്കാതെ, സ്നേഹം കാണിക്കാതെ, അവരെ ബഹുമാനിക്കാതെ, അവരെ ആദരിക്കാതെ, അവരെ ശുശ്രൂഷിക്കാതെ, അവർക്ക് നന്മ ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന തലമുറയ്ക്കൊന്നും ഗുണം പിടിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കളെ സംരക്ഷിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് വേണ്ട കർത്തവ്യങ്ങൾ ചെയ്യണം. അത് ആരായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്. അങ്ങനെയുള്ളവരെ ആദരിക്കാതെ, സ്നേഹിക്കാതെ, ശുശ്രൂഷിക്കാതെ, അവർ അംഗീകാരം കൊടുക്കാതെ അവരെങ്ങനെയാണ് വളർത്തിയതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ പ്രിയപ്പെട്ട മാതാവ് എത്രമാത്രം കഷ്ടതയിൽ കൂടെയും പട്ടിണിയിൽ കൂടെയും ദരിദ്രത്തിൽ കൂടെയും പ്രയാസങ്ങളിൽ കൂടെയും കടന്നുപോയെന്നറിയാമോ? ഇവിടുത്തെ എവിടെയെല്ലാം ഉപയോഗിച്ചാലൊക്കെ അമ്മ എന്നൊരിക്കൽ പറയുണ്ടായി. ആ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് പാടുപെട്ട വിഷയം ഞാൻ പബ്ലിക്കായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര കഷ്ടതയിൽ കൂടെ ആ മാതാവ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തു. ദൈവമക്കളെ, എന്താണ് കാര്യം? എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം നന്നായി വരണം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടത് ദൈവത്തെ പിൻപറ്റി ജീവിക്കുവാനുള്ള പഠിപ്പിച്ചു. ഭൗമ്യമായ കാര്യങ്ങൾക്കല്ലായിരുന്നു പ്രാധാന്യം കൊടുത്തത്. പഴയ തലമുറകളൊക്കെ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് വിട്ടുമാറുമ്പോൾ ദൈവമക്കൾ വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. ഇനി ആര് പ്രാർത്ഥിക്കാൻ, ആര് നമ്മെ അറിയുവാൻ, ആര് നമ്മെ സംരക്ഷിക്കുവാൻ, ആര് നമ്മെ സ്നേഹിക്കുവാൻ ആരുണ്ട്? ഇന്നത്തെ അവസ്ഥ, ഇന്നത്തെ വ്യക്തികൾക്ക്, തലമുറകൾക്കൊന്നും പ്രാർത്ഥനയൊന്നും വേണ്ട, ആരാധനയും വേണ്ട, കൂട്ടങ്ങളും വേണ്ട, ഒന്നും വേണ്ട. ആ അവസ്ഥയിലാണ് ഇന്നത്തെ പോക്ക് മൊത്തം. ഇന്ന് വിദ്യാഭ്യാസത്തെ ശ്രേഷ്ഠരാണ്, ജ്ഞാനത്തെ ശ്രേഷ്ഠരാണ്, ജോലിയുണ്ട്, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട് ജീവിക്കുകയാണ്. പക്ഷെ നീ ഇന്ന് മരിച്ചാൽ എവിടെ പോയി അവസാനിക്കും?
ആത്മീയ ജീവിതത്തിൽ പിതാക്കന്മാർ കാണിച്ച പാതകളും ഇപ്പൊ കൊച്ചുമക്കൾ രണ്ടുപേരും സാക്ഷി പറഞ്ഞു. ആ മാതാവിന്റെ നല്ല സ്വഭാവം ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. അതുപോലെ അതേ താഴ്മ, അതേ വിനയം, അതേ വിശ്വാസം, അതേ വിശുദ്ധി, അതേ താഴ്മ, അതേ പ്രത്യാശ, വിശുദ്ധന്മാരുടെ സംസർഗം, അതേ സ്നേഹം ഇവിടെ സാക്ഷി പറഞ്ഞ എല്ലാവർക്കും ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം. ഇല്ലെങ്കിൽ എന്താ അർത്ഥം? എന്താ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന മാർഗം അത് പ്രത്യാശയുടെ മാർഗമാണ്. അത് അവർ വായിക്കുന്നത് 1 പത്രോസ് 1-ാമത്തെ 3-4 വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു ദൈവമക്കളുടെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ജീവന്റെ പ്രത്യാശ. ആരാണ് ജീവന്റെ പ്രത്യാശ? വായിച്ചേ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസ ദൈവശക്തി കാക്കപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ട് എന്നിവയില്ലാത്ത അവകാശത്തിനായി വീണ് ജനിപ്പിച്ചിരിക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത്. 1 പത്രോസ് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. എന്നെയും നിങ്ങളെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നത്, ഈ മാർഗത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത് ദൈവമക്കളെ ജീവന്റെ പ്രത്യാശ ജീവിപ്പാൻ വേണ്ടിയാണ്. ഏതാണ് ജീവൻ? അത് കർത്താവായ യേശുവാണ്. ആ കർത്താവിന് കൂടെ ഉള്ളായ ജീവിതമാണ് ജീവന്റെ പ്രത്യാശ. കർത്താവ് കൂടെയുള്ള മാർഗമാണ് ജീവന്റെ മാർഗം. കർത്താവിന് കൂടെയുള്ളായിരിക്കുന്ന വഴിയാണ് ജീവന്റെ മാർഗം, വഴി. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് ഇല്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ ഒരിക്കലും ജീവന്റെ പ്രത്യാശ എന്ന് പറയാൻ കഴിയില്ല. അതൊരു മരിച്ച അവസ്ഥയിലുള്ള അനുഭവമാണ്. ജീവന്റെ പ്രത്യാശ എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ പാതയിൽ, അതേ അനുഭവത്തിൽ, അതേ ജീവനിൽ, അതേ ശക്തിയിൽ ദൈവമക്കൾ കടന്നു പോകണം. അതിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നല്ലോ, നമ്മെ ദൈവമക്കളെ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് കൂടെ ഇവിടെ വായിക്കുന്നു. തീത്തോസ് ലേഖനം 1-ാമത്തെ 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം സകല കാലത്തിനു മുൻപേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയ്ക്കായിട്ട്, നിത്യജീവന്റെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് ജീവന്റെ പ്രത്യാശയാണ്. ആ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും തേജസ്സിൽ കാണപ്പെടും. കൊലോസ്യ ലേഖനം 3-ാമത്തെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, പ്രത്യാശയുടെ അനുഭവം എന്ന് പറയുമ്പോൾ ജീവന്റെ പ്രത്യാശയാണ്. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവമക്കളുടെ പ്രത്യാശ അതാ. ഇന്ന് ഞാൻ മരിച്ചാൽ എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ കാണപ്പെടും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങളെ എടുത്ത് ഒരു അല്ലേലൂയ പറയാമോ? അല്ലേലൂയ പറയാൻ കുറച്ച് ചുരുക്കമാണ്. പ്രത്യാശയുള്ളവർ മാത്രം ഒരു അല്ലേലൂയ പറ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ക്രിസ്ത്യ ജീവിതം ഒരു പ്രയോജനമില്ല. ദൈവമക്കളെ, കർത്താവ് വരും, ഞാൻ എടുക്കപ്പെടും. ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മുടെ കർത്താവുമായുള്ള ബന്ധത്തിൽ വേണം ജീവിക്കുവാൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ എന്നെയും കർത്താവ് സുവിശേഷത്താൽ ഈ രക്ഷയ്ക്ക്, ഈ മഹത്വ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നത് അവൻ്റെ മഹത്വം പ്രാപിപ്പാൻ വേണ്ടിയാണ്. അതാർക്കാണ് മഹത്വം പ്രാപിപ്പാൻ കഴിയുന്നത്? ജീവന്റെ പ്രത്യാശ ജീവിക്കുന്നവർക്കാണ്. പലർക്കും ജീവന് പ്രത്യാശയില്ല, മരിച്ച പ്രത്യാശയാണ്. വാക്കുകൾ പറയും, സ്വർഗത്തിൽ പോകുന്നൊക്കെ പറയും, പക്ഷേ മരിച്ച ഒരു പ്രത്യാശയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്നത്തെ ലോകത്തിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ വെറും ആധുനികമായ നിലയിലുള്ള ഫാഷനും മോഡലും എന്ന് വേണ്ട, ചെറുപ്പക്കാരായാലും വലിയവരായാലും ഒക്കെ കേട്ടല്ലോ, നിങ്ങൾ സാക്ഷി കേട്ടല്ലോ. ആരംഭഘട്ടത്തിൽ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ രണ്ടാമത്തെ മകന് ഒരു ഹിപ്പി വേസ്റ്റ് എന്നാണ് കൊണ്ടുവന്നു, ഫാഷൻ വെട്ടിക്കൊണ്ടുവന്നു. അന്നൊക്കെ ഒരു ഫാഷൻ ഉണ്ടായിരുന്നു, വെട്ട് കുരിക്കൂട് എന്തോ കുരിക്കൂട്, പിന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അതുപോലെ ഒരു ഫാഷൻ മോഡലൊക്കെ വെച്ചുകൊണ്ട് വരും. വേറെ ഒന്നും പറയാൻ പോയില്ല, പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. വെട്ടടാന്ന് പറഞ്ഞു, എന്ത് ചെയ്തു? വെട്ടിയാളോട് പറഞ്ഞു വെട്ടെ, ഞാനല്ലേ പറയുന്നത് വെട്ടെ, മുട്ടയടിച്ചു. ദൈവത്തിന് സ്തോത്രം. എത്ര നല്ലതായിരിക്കുന്നു. അതാണ് അനുസരണം. മാതാപിതാക്കളെ അനുസരിച്ചതുകൊണ്ട് ഇന്ന് താൻ മകനും കുടുംബം ഇന്ന് അമേരിക്കയിൽ ദൈവവിശുദ്ധന്മാരോട് ആരാധിക്കുന്നു, നന്മ പ്രാപിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു. അതുകൊണ്ട് ആ ദൈവമക്കളെ ശാസന അത് ഏറ്റവും അനുഗ്രഹം. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അപ്പൻ ശിക്ഷിക്കാത്ത മകനെ എവിടെയുള്ളൂ, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കവടന്മാരത്രേ. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മൾ നടത്തുന്ന വഴികൾ, ശിക്ഷിക്കുന്ന വഴികൾ, അക്ഷരികമായിട്ടുള്ള മാതാപിതാക്കൾ ശിക്ഷിക്കുമ്പോഴും അത് അതുപോലെ അനുസരിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം.
ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു നിസ്സാര കാര്യത്തിൽ എൻ്റെ ജ്യേഷ്ഠനെ എൻ്റെ പിതാവ് അടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു തോട്ടം നിൽക്കുകയായിരുന്നു. ഒരു കമ്പ് ഒടിക്കും, അടിക്കും, അത് ഒടിഞ്ഞു പോകും. അടുത്ത കമ്പ് ഒടിക്കും, അത് അടിക്കും, ഒടിഞ്ഞു പോകും. ഇങ്ങനെ എത്ര കമ്പ് ഒടിച്ചു, എത്ര അടി അടിച്ചെന്നുള്ളത് അറിയത്തില്ല. കൈയും കെട്ടി അവിടെ നിന്നതല്ലാതെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇളയ മകനാണ്, എന്നോട് അപ്പച്ചന് സ്നേഹമാണ്. ഞാൻ ഓടി അവിടെ ചെന്ന് പറഞ്ഞു, അപ്പച്ച ഇനി അച്ചാച്ചനെ അടിക്കരുത്. അപ്പച്ചൻ വടിയിട്ടു, കളഞ്ഞിട്ട് വന്നു. നിസ്സാര കാര്യമാണ്, അവനങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. ആ ശാസനയെല്ലാം സഹിക്കുന്ന തലമുറയ്ക്ക് അനുഗ്രഹമുള്ളൂ. ഇന്ന് ആര് സഹിക്കും? ദൈവമക്കളെ ശിക്ഷിക്കുന്ന അനുഭവം. ഇന്ന് പഠിപ്പിക്കുന്ന പറയുന്നത് മക്കളെ അടിക്കരുത്. വചനം വായിക്കുന്നത് ശിക്ഷിച്ച് വളർത്തണം എന്നാ. കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് വളർത്തണം. തൻ്റെ വടിയെ സ്നേഹിക്കുന്നവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. വടിയെ സ്നേഹിക്കുന്നവൻ മകനെ പകയ്ക്കുന്നു. വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകത്തിൽ എന്ന വചനം വ്യക്തമായി പറയുക. അടിച്ചു വളർത്തണം, ശാസിച്ചു വളർത്തണം, ദൈവമക്കളെ സ്നേഹിച്ചു വളർത്തണം. അടിയുണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ ആ മക്കളെ ദൈവു പറങ്കാമിൻ്റെ മോളിൽ കയറിയെങ്കിലും മോനെ നീ അടിക്കരുത് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ വീണ്ടും അടിച്ചെങ്കിലും കൊണ്ടുപോയിട്ട് എണ്ണ തൂത്തു. അതാണ് അമ്മയുടെ കരുണ. ദൈവത്തിന് സ്തോത്രം. ഇറക്കിക്കൊണ്ട് വന്നിട്ട് വരങ്കാവിൻ്റെ മുകളിൽ നിന്ന് ആടെ ഇറക്കിയതിന് ശേഷം വീണ്ടും അടിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ മുറിഭാവത്തെല്ലാം ചെയ്തു എണ്ണ തൂത്തി. മക്കളെ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ മക്കളെ? ഓക്കെ, അപ്പം മോൻ്റെ ഭാരവും ദുഃഖവും എല്ലാം മാറി. ഇതാണ് കരുണ. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ശേഷ്യപ്പച്ചൻ പറയാറുണ്ട്, ഒരുവനെ അടിക്കാം, ഒരുവനെ ശിക്ഷിക്കാം, ഒരാൾ എന്ത് ചെയ്യാം, പിടിച്ചവന് പോട്ടി പോ എന്ന് തള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, കൈക്ക് പിടിച്ചോണം. ആ കൈക്ക് പിടിക്കുന്നതാണ് കരുണ. ദൈവമക്കളെ, അതാണ് നമ്മുടെ വേലയുടെ മഹത്വം. കരുണയുള്ള അനുഭവം. ശാസിക്കാം, അവരെ ശിക്ഷിക്കാം, ദർശനം ചെയ്യാം, പക്ഷേ പറഞ്ഞു പോകാൻ, വീണു പോകാനുള്ള ഇതിലേക്ക് കൂടെ തള്ളരുത്. കൈക്ക് പിടിച്ചോണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന വിധം എത്ര അതിശയമായിട്ടാണ്. പല കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. ചില വർഷങ്ങളായി മാതാവ് കഷ്ടത്തിൽ കൂടെ കടന്നുപോയി. ഭക്തിയില്ലാഞ്ഞിട്ടാണോ, വിശ്വാസമില്ലാഞ്ഞിട്ടാണോ, വിശുദ്ധിയില്ലാഞ്ഞിട്ടാണോ, സ്നേഹമില്ലാഞ്ഞിട്ടാണോ, ദൈവ ശുശ്രൂഷരെ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? ഒന്നുമല്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, വിശുദ്ധന്മാർ കഷ്ടതയുണ്ട്. യേശു ശിഷ്യന്മാരെ പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിച്ചവനായ യേശുവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നിശ്ചയമായും അവർ ശിക്ഷിച്ചാലും നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നല്ലൊരു അപ്പൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ തന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അതിനൊരു ഉദാഹരണമാണ് മനസ്സാക്ഷിത്വത്തിൽ വിശുദ്ധനായ ജോബ്. ദൈവം അനുവദിച്ചിട്ട് ഒരു കഷ്ടത വന്നു, ദൈവം അനുവദിച്ചിട്ട് സോദര വന്നു, ദൈവം അനുവദിച്ചിട്ട് അവന് നന്മ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. മക്കൾ 10 പേര് മരിച്ചു, സമ്പത്തുകളൊക്കെ അപകരിച്ചു പോയി, ആടുമാടി ലാസ്യാശ്രമം എല്ലാം തീർന്നു, ആരും സഹായിപ്പാനില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അപ്പൻ്റെ കരുണ എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ കരുണ എന്തായിരുന്നു? ഞാൻ അനുവദിച്ചിട്ടാണല്ലോ ഇതെല്ലാം വന്നത്. അവൻ്റെ അടുക്കൽ, ജോബിൻ്റെ അടുക്കൽ വന്നതിന് ശേഷം, ജോബേ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവന് കാര്യം പറഞ്ഞതിന് ശേഷം, ദൈവമക്കളെ, അവനെ കുറ്റം ആരോപിച്ചതായ 3 സ്നേഹിതന്മാർ പറഞ്ഞു, നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യണം, നിന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായിട്ട് ജോബിൻ്റെ അടുക്കൽ പോയിട്ട് യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പക്ഷെ ഒരിക്കലും സംഭവിച്ചെന്താണ്? ജോബിനെ ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹിച്ചു. വീണ്ടും മറ്റ് മക്കളെ ദൈവം കൊടുത്തു, നന്മ കൊടുത്തു, അതാണ് അപ്പൻ്റെ കരുണ. നിങ്ങൾ വിചാരിക്കുന്നുവോ, എനിക്ക് ഇങ്ങനെ കഷ്ടം വന്നിരിക്കുന്നു, എന്നെ കർത്താവ് കൈവിട്ടു, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കും. ഇല്ല ദൈവമക്കളെ, നാമോ വിശുദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടി ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ ദാതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. കഷ്ടങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ദൈവനോട് കൂടെ ഉണ്ട്. ദോഷമായിട്ട് കർത്താവ് ചെയ്യത്തില്ല. ഇനി വന്നിരിക്കുന്ന നഷ്ടം ദോഷമല്ല, ഇനി വന്നിരിക്കുന്ന പരാജയം ദോഷമല്ല, ഇനി വന്നിരിക്കുന്ന രോഗം ദോഷമല്ല. ഒരിക്കലും എന്നെ കർത്താവിനെ കൈവിട്ടിട്ടില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ദോഷമായിട്ട് ഒന്നും എൻ്റെ നാഥനോട് ചെയ്യത്തില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാഭക്തന്മാരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവമക്കളെയും കർത്താവ് കഴിഞ്ഞ ദിവസം പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ട മാതാവ് കടന്നുപോയി.
അടുത്ത സെക്കൻഡിൽ എനിക്കോ നിങ്ങൾക്കോ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാകാം. അതുകൊണ്ട് കഷ്ടപ്പെടാതെ ചിലരൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു വീണങ്ങ് മരിക്കുന്നു. നല്ല ഭാഗ്യമരണമാണ് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു അല്ലെങ്കിൽ മരിച്ചവർ ഭാഗ്യമരണമാണെന്നും കഷ്ടം സഹിച്ചൊരു ഭാഗ്യദോഷിയാണെന്ന് പറയാനൊക്കത്തില്ല. എല്ലാം പ്രത്യാശയോടെ ജീവിക്കുന്നവരെല്ലാം ഭാഗ്യശാലികൾ തന്നെയാണ്. പെട്ടെന്ന് പോകുന്നവരും ഭാഗ്യശാലിയാണ്. ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഷ്ടപ്പെടുന്ന വ്യക്തികൾ അത് ഭാഗ്യദോഷിയാണെന്ന് പറയാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ തന്നെ കോട്ടയത്ത് മരിച്ചതായ അനുകുഞ്ഞ് പാസ് ചില ഒരു വർഷക്കാലത്തോളം തന്നെ വളരെ കഷ്ട രോഗിയായിട്ട് മാറി. ദൈവത്തിന് സ്തോത്രം. ഒന്നും ചെയ്യാൻ കഴിയാതെ 1-2 വർഷക്കാലമായി. എന്നാൽ തന്നെ ജീവിതത്തെ നോക്കുകയാണെങ്കിൽ ഒരു ബാലിശ സ്വഭാവങ്ങളും ഒരു തെറ്റായ ഒരു സ്വഭാവങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു, വിശുദ്ധനായിരുന്നു അനുകുഞ്ഞ് പാസ്. എനിക്ക് നല്ലവണ്ണം അറിയാം. വളരെ വളരെ ജീവിതത്തെ ക്ലിയറായി സൂക്ഷിച്ച വ്യക്തിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല. ദൈവമക്കളെ, നീതിമാൻ പ്രയാസമോട് രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്തായിരിക്കും? ഒരു ഭക്തന് ഇങ്ങനെ കഷ്ടത ഉണ്ടെങ്കിൽ, ദൈവത്തെ വിളിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടെങ്കിൽ, കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് കഷ്ടത ഉണ്ടെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ്, ഓരോ വ്യക്തികളും ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിശുദ്ധന്മാരെ ദൈവം സോദരങ്ങൾ നടത്തുന്നത്. എത്രയോ ഭക്തരായ വിശുദ്ധന്മാർ, വിശ്വാസികൾ, ദൈവമക്കൾ, കർത്താവ് വേലക്കാര് കഷ്ടതയിൽ കൂടെ കടന്നുപോയെന്നറിയാമോ? എന്തുകൊണ്ട്? മറ്റുള്ളവർ പാഠം പഠിക്കാൻ വേണ്ടിയാ. ഈ മാതാവിന് ഇങ്ങനെയാണെങ്കിൽ, ഈ പിതാവിന് ഇങ്ങനെയാണെങ്കിൽ, അയ്യോ ഇന്ന വ്യക്തിക്ക് ഇങ്ങനെയാണെങ്കിൽ, ആ ശുശ്രൂഷകർക്ക് ഇങ്ങനെയാണെങ്കിൽ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടിയാ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് നിങ്ങളുടെ പ്രത്യാശയെ നമുക്ക് ജീവിക്കാം. കാരണം ഒരു കാണുന്ന പ്രത്യാശയല്ല. ഒരുവൻ കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവമക്കളെ, പ്രത്യാശയുള്ളവർക്ക് മാത്രമേ പറക്കാൻ കഴിയുള്ളൂ. പറന്നു പോകണമെങ്കിൽ പ്രത്യാശ വേണം. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് അടിക്കത്തേ ഉള്ളൂ. ചിലർ സഭയിൽ വന്നാലും ശരി കൈയടിക്കാൻ പോലും കഴിയത്തില്ല, പറക്കാനിരിക്കുക. ദൈവത്തിന് സ്തോത്രം. തലയൊക്കെ കുലുക്കി ചുമ്മാതെ വെറുതെ ചപ്പാത്തി പരത്തുന്ന പോലെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. വിശ്വാസികളോട് പറയാണ്, ആരാധിക്കുന്നവൻ നല്ല ശരിയായി കൈയുടെ കൂട്ടിയടിക്കണം, ആത്മാവിൽ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം, പ്രത്യാശയോടെ ജീവിക്കണം, ദൈവമക്കളെ വിശുദ്ധിക്ക് വേണ്ടി കാത്തിരിക്കണം, അഭിഷേകത്തിന് ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം, ആത്മാവ് നിറഞ്ഞു പ്രത്യാശയോടെ കാത്തിരിക്കണം. ദൈവമക്കൾ ആരാധിക്കുമ്പോൾ ശരിയായതിനെ ആരാധിക്കണം. അങ്ങനെ ഒരു ആരാധന ശക്തിയാണ് ദൈവമക്കളെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നൃത്തം ചെയ്ത് ഞാൻ അമേരിക്കയിലുള്ള നമ്മുടെ ഒരു സഭയിൽ ഒരു കൂട്ടത്തിൻ്റെ ഒരു CD ഞാൻ കണ്ടു. 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് തോന്നുന്നത്, ഓർമ്മ ശരിയാണെങ്കിൽ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യുകയാണ്. നൃത്തം ചെയ്ത് സന്തോഷിക്കുന്നു. ഞാൻ അതിങ്ങനെ നോക്കിയിരുന്ന് വീണ്ടും 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 അതിനെ കൂടെ ധ്യാനിച്ചിട്ട് അതിനോടുകൂടെ തന്നെ ഞാനും ആത്മാവിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നൃത്തം ചെയ്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. എനിക്ക് പ്രയാസമാണ്, വളരെ പാടാണ്. ഒന്ന് കൈയടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വോത്രം, സ്വോത്രം 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 എന്നൊക്കെ പറയും. പോക്ക് നടക്കത്തില്ല. ശരിയായ നിലയിൽ ആത്മാവിൽ നിറഞ്ഞോണം. ശരിയായ ദൈവമക്കളെ, അതുകൊണ്ടാണ് 55 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. വായിച്ചേ. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. വിശ്രമം ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. ഒരു വിശ്രമ സ്ഥലം ദൈവം നമുക്കായി ഒരുക്കുന്നുണ്ട്. എവിടെ പോകണം? അവിടെ ചെല്ലണമെങ്കിൽ പറക്കണം. പഴയൊരു പാട്ടുണ്ട്, പറന്നു പറന്നു ഞാൻ. ആര് പാടണ്ട? ഉയർന്നിടുമേ പരനമിത ബലം എനിക്കേകിടും, ക്ഷീണിക്കില്ല തളരുകില്ല, തൻ കൃപ എന്നാശ്രയം. ഞാൻ ക്ഷീണിക്കില്ല തളരുകില്ല, തൻ കൃപ എന്നാശ്രയം. പറന്നു പറന്നു ഞാൻ ഉയർന്നിടുമേ പരനമിത ബലം എനിക്കേകിടും. നമുക്ക് പാടാൻ കഴിയുമോ? ഞാൻ പറക്കണമെങ്കിൽ ലോകത്തിൻ്റെ ഭാരം ഉണ്ടാകരുത്, ജഡത്തിൻ്റെ ഭാരം ഉണ്ടാകരുത്, ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ ഭാരം ഉണ്ടാകരുത്, ആവരണ ദൈവമക്കളെ അലങ്കാരത്തിൻ്റെ ഭാരം ഉണ്ടാകരുത്, ആ ഫാഷന്റെ ഭാരം ഉണ്ടാകരുത്, ഈ ലോകത്തിൻ്റെ ആയിരിക്കുന്ന ഒരു അനുഭവത്തിൻ്റെയും ഭാരം മനസ്സിൽ കയറരുത്, ചിന്ത ഉണ്ടാകരുത്. ദൈവമക്കൾ പ്രത്യാശയോടെ, വിശുദ്ധിയോടെ, താഴ്മയോടെ, വിനയത്തോടെ, പ്രത്യാശയോടെ ജീവിക്കുന്ന ഈ മക്കളെ നിശ്ചയമായും അവർക്കായി ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അതാണ് മഹത്വ രാജ്യം, ഒരു വിശ്രമ സ്ഥലം. ഇവിടെ വിശ്രമിക്കാത്തവർക്ക് അവിടെ വിശ്രമം എങ്ങനെ കിട്ടും?
ഇവിടെ കലഹമാണ്, ചണ്ടയും വഴക്കും മോശേട്ടയും, ചേർച്ചയില്ല, സന്തോഷമില്ല, പ്രത്യാശയില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ബൈബിൾ വായനയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. പാടും പറന്ന് മൊബൈലോട്ടങ്ങ് പോകുന്നു. എവിടെ പോകാൻ കഴിയും ദൈവമക്കളെ? ഇവിടെ പറക്കുമ്പോൾ ഈ കൂരി തട്ടി താഴെ വീഴത്തേ ഉള്ളൂ. പറക്കണമെങ്കിൽ നിശ്ചയമായും ലോകത്തിൻ്റെ ഭാരം ജീവിതത്തിൽ ഉണ്ടാകരുത്. ഒരു ശക്തിയും നമ്മെ കീഴ്പ്പെടുത്തരുത്. മുമ്പേ ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, രംഗത്തൊരു വചനം വായിച്ചല്ലോ, കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് താഴ്ചയുടെ ശരീരത്തെ മഹത്തുള്ള ശരീരത്തോട് അനുരായിത്തീരും. കീഴ്പ്പെടുത്താൻ കഴിയുന്ന വ്യാപാര ശക്തി എല്ലാറ്റിനും കീഴ്പ്പെടുത്തണം. എന്താണ്? ആരാധിച്ച് തിരുവത്താഴെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോയി ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് കീഴ്പ്പെടുത്തി, നിന്നെ കീഴ്പ്പെടുത്തി. നീ മൊബൈൽ ഫോണിൽ കൂടെ എന്താണ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്, വിരലുകൊണ്ട് അകർത്തി ചെയ്തുകൊണ്ടിരിക്കുക, പാപം ചെയ്തുകൊണ്ടിരിക്കുക, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതാ പരിപാടി. എങ്ങനെ എവിടെ പോകാൻ കഴിയും? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ എവിടെ കീഴ്പ്പെടുത്താൻ കഴിയും? നിന്നെ കീഴ്പ്പെടുത്തുകയാണ്. യശയ്യാവിൽ ഒരു വചനമുണ്ട്, വിരലുകൊണ്ട് മനുഷ്യൻ അകർത്യം ചെയ്യുന്നു. ഇവ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ചില ബിറിയന്മാരായ പിള്ളേരുണ്ട്. ഭക്തിയില്ല, വയവുമില്ല, ദൈവമില്ല, വിശുദ്ധീകരണമില്ല, ഒന്നുമില്ല. എപ്പോഴും ഞാൻ നീക്കി കൊട്ടിയിട്ട് അങ്ങോട്ട് മെസ്സേജ് കൊടുത്ത് ഇവിടെ മെസ്സേജ് കൊടുത്ത് ദൈവം തമ്മിൽ അവരെ അടിക്കാതിരിക്കും. വായിച്ചാടുന്നു യശയ്യാപുരം. വിരലിൻ്റെ അകർത്യം, വിരൽ കൊണ്ട് മനുഷ്യൻ അകർത്യം ചെയ്യുന്നു. നിങ്ങളുടെ കാര്യത്തിലോ 59:3 നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. ഇന്ന് അകർത്യം കൊണ്ട്, ഭരണം കൊണ്ട് അങ്ങ് അകർത്യമാണ്. അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി, അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു, പിന്നെ നെറ്റ് കണക്ഷൻ കയറിയിട്ട് വേണ്ടാത്ത വീണത് മൊത്തം കണ്ട് സകല പരിപാടി. ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിരിക്കുന്ന മൊബൈലൊക്കെ എന്നറിയാമോ? ആർക്കും ലോക്ക് അഴിക്കാനൊക്കത്തില്ല. എടാ ഞാൻ പറഞ്ഞു, നിന്റെ മൊബൈൽ ഒന്ന് കാണണമല്ലോ. അപ്പച്ചൻ കാണണ്ട, കാരണം അതിനകത്ത് പരിപാടികൾ വേറെ ഉണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. അതിങ്ങനെ ഇട്ട് എന്നാലും ചെയ്യുമ്പോൾ എങ്ങനെ എനിക്ക് ഒന്ന് പഠിപ്പിക്കണം, അത് ഓപ്പൺ ചെയ്യാൻ പഠിപ്പിക്കുക. എങ്ങനെ ഇരിക്കുന്നത് ഒരു ഞെക്കിയ ശേഷം ഇങ്ങനെയൊക്കെ ഒരു 5-6 ആക്കി 5 കുറച്ച് കോഡ് നമ്പരാ. ഈ കോഡ് നമ്പരെല്ലാം കൂടെ എന്തായിരുന്നു വെച്ച് ഈ അടുത്തിടയ്ക്ക് ഒരുത്തൻ മൊബൈൽ ഫോൺ ഓൺ ചെയ്തപ്പോൾ എന്നറിയാമോ, ജീസസ് എന്നായ ഭാഗം അതിൻ്റെ ആ അക്ഷരത്തിലുള്ള അക്ഷരം എന്ത് ചെയ്യുന്നു, അവൻ്റെ മനസ്സിൽ ജീസസാ, പക്ഷേ തുറക്കുന്നത് വേറെ കൊണ്ടാണ്. ജീസസ് നടിക്കുമ്പോൾ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ മൊബൈൽ ഓപ്പണായി. അപ്പോൾ അതിനുള്ള ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടല്ലോ, അതനുസരിച്ചുള്ള അക്ഷരം ഇതിനെ കുത്തി കഴിഞ്ഞപ്പോൾ ഓപ്പണായി. ഇപ്പോൾ പരിപാടികൾ വേറെയാ, സാത്താൻ്റെ പരിപാടികളാ. വിളിക്കുന്നത് ആരെയാ, ഓപ്പൺ ചെയ്യുന്നത് ആരാ? ഇന്നത്തെ പോക്ക് എങ്ങനെ ഇരിക്കും, എവിടെ ചെന്ന് അവസാനിക്കും? ചിലർക്ക് ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയുള്ളൊരു മൊബൈലുണ്ട്, അത് വെച്ചോണ്ടാണ് ഇങ്ങനെ നടക്കുകയാണ്. ബൈബിളൊന്നും ഇല്ല കേട്ടോ, ഇത് വെച്ചോട് നടക്കുകയാണ്. ഇത് ഇല്ലെങ്കിൽ മനുഷ്യൻ ഉറങ്ങത്തില്ല. ഒരിക്കൽ നിങ്ങൾ കണ്ടല്ലോ അമേരിക്കയിൽ നടന്ന സംഭവം. ഒരാൾ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവന് പറഞ്ഞു, എനിക്ക് ലോകത്തിലുള്ള ഒരു സ്ത്രീകളെ എനിക്ക് വേണ്ട, എനിക്ക് വധുവായിട്ട്, എനിക്ക് മണവാട്ടിയായിട്ട് ഒരാളുണ്ട്. ആരാ അറിയാമോ? മൊബൈൽ ഫോൺ, മാസ് ഫോൺ. ആ ഫോണിനെ അലങ്കരിച്ച് ശരിയാക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് ആ മൊബൈൽ ഫോണിന് ഒരു മോതിരമൊക്കെ ഇടിയിച്ചിട്ട് പള്ളി വെച്ച് അമേരിക്കയിൽ വെച്ചിട്ട് ഒരു പുരോഹിതൻ, ക്രിസ്ത്യാനി പുരോഹിതൻ എന്ന് പറയുന്ന പുള്ളി, വാക്യം പറയുന്നില്ല, ആ മൊബൈൽ ഫോണിന് ചോദിച്ചു, നീ പാരിയായി സ്വീകരിക്കാൻ മനസ്സുണ്ട്? ആ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഭക്ഷണത്തിലും എല്ലാത്തിലും എന്താണ് ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നു, പോറ്റി പുലർത്തിക്കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. വെറുതെ പറയുന്ന കാര്യമല്ല, ദാണ്ട ഇതാ കേട്ടോ. ദൈവമക്കളെ മൊബൈൽ ഫോണിനെ ഭാര്യയാക്കി. അമേരിക്ക നടന്നാണ്, ബന്ധം കാണിച്ചുതരാം, എത്ര ഡേറ്റൊക്കെ കാണിച്ചുതരാം. അപ്പോൾ നോക്കണം, മനുഷ്യന്റെ വട്ടിപിടിച്ച പരിപാടി നോക്കണം. ലോകത്തിന്റെ മോഹങ്ങളിൽ മനുഷ്യൻ പോകുകയല്ലേ. അമേരിക്ക എവിടെ പോയി? അതപ്പതിച്ചു പോയില്ലേ? ന്യായവിധി എവിടെ ഉണ്ടാകും? വചനം വായിക്കുന്നു, ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മൾ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാൻ തുടങ്ങിയത് എന്തായിത്തീരും? ഇന്നത്തെ ലോകത്തിന്റെ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കുന്നു? ഇതില്ലാതെ ഇത് കെട്ടിപ്പിടിച്ചോട് കിടക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതില്ലാതെ ഒക്കത്തില്ല. രാത്രി മൊത്തം ഇതാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് 8 മണിക്കായിരിക്കും. ഒരിക്കൽ ഞാൻ ഒരു അമ്മ വിളിച്ച് പറയാണ്, മോന് 8 മണിക്കേ എഴുന്നേൽക്കുള്ളൂ. ഞാൻ പറയും, രാത്രി എന്താ ഒരു പരിപാടി? രാത്രി പരിപാടി എന്താണ്? നമ്മൾ നോക്കുന്നോ? അപ്പൻ നോക്കുന്നുണ്ടോ? ഇല്ല, നോക്കുന്നില്ല. മോനും ഞാൻ പഠിക്കാന്ന് വിചാരിക്കുന്നത്. രാത്രി ലൈറ്റുമില്ല, ഒന്നുമില്ല. മോൻ ഉറങ്ങുകയാണ്, പക്ഷെ ഉറങ്ങുകയല്ല, സാത്താന്റെ പരിപാടികളാണ്. ഇത്ര അധപതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ലോകം
പ്രിയ ദൈവമക്കളെ, അതിനിടയിൽ ഭക്തിയോടെ ജീവിക്കുന്ന, ഭയത്തോടെ ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അതിനെക്കുറിച്ച് യേശു പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നമുക്ക് ആ ചെറിയ കൂട്ടത്തിലേക്ക് വരാം, ചെറിയ ആട്ടിൻകൂട്ടത്തിലേക്ക് നമുക്ക് വരാം, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. എന്ത് ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം വിട്ട് നമുക്ക് ജീവിക്കാം. ഇങ്ങനെയുള്ള തെറ്റായ അനുഭവങ്ങളൊക്കെ നമുക്ക് എടുത്തു കളയാം. നമുക്കൊരു പറന്നു പോയിട്ട് സ്വർഗത്തിൽ പോയി വിശ്രമിക്കാനുള്ള അവസരം നമുക്ക് വേണം. ഇവിടെ വിശ്രമമില്ല, സർവ്വ പരിപാടികളുമാണ്. എങ്ങനെ അവിടെ പോയാലും കഴിയും? നമുക്കൊരു വിശ്രാമ രാജ്യം കണ്ടെത്താം. അതാണ് ദൈവമക്കളെ പുതിയ യെരൂശലേം, സ്വർഗ്ഗ സിയോൻ. ആ ഉന്നത രാജ്യം അവകാശമാക്കാനായിട്ട് നമുക്കൊരുങ്ങാം. സമയം നമ്മുടെ പ്രത്യാശ നമുക്ക് പുതുക്കാം. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ യേശു വരാറായി. അവന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് നമ്മുടെ പ്രിയൻ വേഗത്തിൽ വെളിപ്പെടാൻ സമയമെടുത്തിരിക്കുകയാണ്. കൂലിയും പ്രതിഫലമായിട്ട് കർത്താവ് യേശു വേഗം വരും.